ഞാൻ ഇപ്പൊ ATM പോയിട്ട് ഒരു 5 വർഷങ്ങളായി കാണും. എന്നപ്പോ സീന ATM ഞാൻ ATM പോകേണ്ട ആവശ്യമേ വരുന്നില്ല. എപ്പോഴെങ്കിലും ഞാൻ നാടിൻ ടെമ്പിൾ ടൂർ, അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദക്ഷിണ കൊടുക്കാനായിട്ട് ചില്ലറാണ്. അപ്പൊ ഞാൻ ഒന്നിൽ എന്റെ പോലീസുകാരോട് പറയും, അല്ലെങ്കിൽ എന്റെ വൈഫ് എവിടെന്നെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കറുടെ അടുത്ത് പറയും ഒന്ന് കൊടുത്തു വിടണേ. എന്നിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ഒന്നിൽ GPay ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് കൊടുത്തേക്കും. നിർബന്ധമുള്ള ബാങ്കേഴ്സ് കൊണ്ട് അങ്ങനെയൊന്നും പറയാറില്ല, കസ്റ്റമർ. അപ്പം ഈ സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഈ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു സാലറിഡ് എംപ്ലോയി ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് 4 ഡിജിറ്റ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. സ്കാം. ഞങ്ങള് പിന്നെ തിരുവല്ലയിൽ പിടിച്ചിരുന്ന ഒരു കേസ്. അങ്ങനെ ബാങ്കിന്റെ പേര് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടം മനസ്സിലാവും. തിരുവല്ലയിൽ പിടിച്ചു, ചങ്ങനാശ്ശേരി പിടിച്ചു, ആലപ്പുഴ പിടിച്ചു. ഈ കേസിലേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് ഡിജിറ്റ്സ് കുറെ അക്കൗണ്ടിൽ നിന്ന് വലിച്ചു കൊണ്ടുപോവാണ്. അതായത് ഒരു 100 അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ 1000 അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ 1 ലക്ഷം അക്കൗണ്ടിൽ നിന്ന് 5 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബാങ്ക്സ് ഒക്കെ നമ്മൾ എന്തിനൊക്കെയാണ് ചാർജ് അടിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. മിനിമം ബാലൻസ് കീപ്പ് ചെയ്തതിന് ചാർജ്, കൂടി പോയതിന് ചാർജ്, ATM വിഡ്രോവൽ പോയതിന് ചാർജ്, പിന്നെ നമ്മുടെ ലോക്കർ എടുത്തു നമ്മൾ ഉപയോഗിക്കാത്തതിന് വേറെ ചാർജ്. ഇത് എന്താ വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. But we are not actually bothered unless it runs into lakhs or even thousands bothered ആയിരിക്കും വെച്ചോ. ഇതിങ്ങനെ ഒരുപാട് അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക, പിടിക്കുക, കൊണ്ടുപോകുക, ആരും അറിയുന്നില്ല. ഇത് ഒരു തരം ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അറിയുന്നത്, നിങ്ങളെല്ലാവരും വശംവദനാവാൻ സാധ്യതയുള്ളതാണ്. ഈ USDT എന്നൊക്കെ പറഞ്ഞ് കുറെ ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. ഞാൻ ഒരെണ്ണത്തിന്റെ പേര് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്, ബിറ്റ്കോയിൻ, അതായത് ഇതിനുള്ള ട്രേഡിംഗ് നടത്തുക. ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് ഏൽപ്പിക്കും. നമ്മൾ ഒരിക്കലും തന്നെ, നിങ്ങളെല്ലാവരും സീനിയർ സിറ്റിസൺസ് ആണ്, ഞാനും ഇപ്പൊ താമസിയാത്ത സീനിയർ സിറ്റിസൺ ആ ഒരു 3-4 കൊല്ലത്തിനിടയ്ക്ക്. അത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയുടെ 90% പൈസയും അനുഭവിക്കാൻ പോകാതെ മരിക്കാൻ പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണെന്നറിയോ? ഇത് സൈബർ ഫ്രോഡ്സ്റ്റർ ആദ്യം മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ റിയലൈസസ് ദിസ് ബെറ്റർ ദാൻ യു. നമ്മൾ ഈ പൈസ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരു കഷ്ടപ്പാട് വരുന്ന കാലത്ത് നമുക്ക് പ്രയോജനപ്പെടണം, ആരെ ആശ്രയിക്കാതെ ജീവിക്കണം, മക്കൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പല 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 ചിന്തകളാണ് പ്രായം കൂടുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഈ ചിന്തകളെല്ലാം നമ്മളെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കുന്നവനാണ് ആര്? ഈ സൈബർ ഫ്രോഡ്സ്റ്റർ. അപ്പൊ അവൻ നമ്മുടെ ഈ മനസ്സിനെ, ഈ ഭയങ്ങളെല്ലാമാണ് അവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത്. അവൻ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് കൃത്യമായിട്ട് റിട്ടേൺസ് തരാം. ഇതിന്റെ